മാമ്പഴത്തിന്റെ മധുരമേറും ഓർമ്മകൾ സമ്മാനിച്ച് വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ ഫയർലെസ് കുക്കിംഗ് മത്സരം സംഘടിപ്പിച്ചു. ദേശീയ മാമ്പഴ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ സയൻസ് ക്ലബിന്റെയും ഇക്കോ ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൽ മാമ്പഴത്തിന്റെ രുചിമേളം നിറഞ്ഞത്. 3 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ വൈവിധ്യങ്ങളായ നിരവധി മാമ്പഴ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ദേശീയ മാമ്പഴ ദിനത്തിന് മധുരമേകുവാൻ വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിലെ സയൻസ് ക്ലബ്ബും എക്കോ ക്ലബ്ബും കൈകോർത്തപ്പോൾ ചിന്മയ തേജസ് ഓഡിറ്റോറിയം സാക്ഷിയായത് മാമ്പഴത്തിന്റെ രുചിമേളങ്ങളുടെ വൈവിധ്യം നിറഞ്ഞ കാഴ്ചകൾക്കാണ്. 9ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കായാണ് ഫയർലെസ് കുക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത്. 3 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ വൈവിധ്യങ്ങളായ നിരവധി മാമ്പഴ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്ത പാചക മത്സരം ഇവരുടെ സർഗാത്മകതയും പാചക വൈഭവവും പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായി മാറി. ഇന്ന് നാഷണൽ മാംഗോ ഡേ ആയതുകൊണ്ട് നമ്മൾ സ്കൂളിൽ ഒരു വിത്തൗട്ട് ഹീറ്റ് ഫുഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ ആക്കിയിട്ടുണ്ട്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാംഗോ ആണ്. 45ഓളം ടീംസ് ഉണ്ട്. 9th മുതൽ +2 വരെ ചെയ്യുന്ന ടീംസാണ്. 45 ടീംസ് ഉണ്ടായിരുന്നു. ഓരോ ടീമിലും 3 പേര് വീതം. ഒരു ടാസ്ക് ആയിരുന്നു, കാരണം സ്കൂളിൽ ഇതെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ. ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോഴും വി മേഡ് എ ലോട്ട് ഓഫ് മെമ്മറീസ്. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഇതേപോലത്തെ കുറേ എക്സ്പീരിയൻസ് എല്ലാവരുടെയും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് കുറച്ചും കൂടി എന്താ പറയുക ഇടപഴകാൻ പറ്റി. നമ്മൾ എല്ലാം കൂടി 4 ഡിഷസ് ഉണ്ടാക്കിയിരുന്നു. ഒന്ന് ചീസ് കേക്ക്, പിന്നെ 2 കൈൻഡ് ഓഫ് പുഡിംഗ്, പിന്നെ ഒരു ഡ്രിങ്ക്. കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായ ഡിഷ് ഷാസ് ഉണ്ടാക്കിയതാണ് ചീസ് കേക്ക്. കുറേ ചീസ് കേക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ട് ആ ഒരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നത് ഷാസിൻ്റെ ആയിരുന്നു. ഇത് ഞങ്ങൾക്ക് നല്ല അവകാശമായിട്ടുണ്ടായി. പിന്നെ ഇത് ഒരു മെമ്മറബിൾ ഡേ ഇൻ അവർ ലൈഫ്. ഇത് സയൻസ് ഇക്കോ ക്ലബും കൂടി ചേർന്ന് കണ്ടക്ട് ചെയ്തതുകൊണ്ട് നല്ല സൂപ്പർ ഉണ്ടായി. എല്ലാവരുടെയും ഓരോ ടേസ്റ്റസ് അറിയാൻ പറ്റി. അത്രേ ഉള്ളൂ. നല്ല സ്വീറ്റ്, കുറേ സ്വീറ്റ്സ് ആയിരുന്നു കൂടുതൽ. ഞങ്ങൾ സ്പൈസിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുറേ ഉണ്ടാക്കി. ഇപ്പം സ്പൈസിയും സ്വീറ്റും ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു ഇത്. കണ്ടിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു. ഇപ്പം മോഡേൺ ഇതായതുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ നല്ലൊരു പ്രസൻറ്റേഷൻ ഉണ്ടായി. നമ്മുടെ ചിന്മയ വിദ്യാലയയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മളെല്ലാവരും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു വേദി തന്നെയായിരുന്നു ഇത്. നമ്മളെല്ലാവരും നല്ലോണം ഇത് എൻജോയ് ചെയ്തു. മാമ്പഴത്തിന്റെ പോഷക ഗുണങ്ങളും ആരോഗ്യ പ്രാധാന്യവും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പാചക നൈപുണ്യം, സർഗാത്മകത, ശുചിത്വബോധം, ഭക്ഷ്യസുരക്ഷ എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി മത്സരവേദി സന്ദർശിക്കുകയും കുട്ടികൾ തയ്യാറാക്കിയ വിഭവങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു.
മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും മനസ്സിലാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിച്ചുവെന്നും ഈ പരിപാടി മറ്റുള്ള വിദ്യാലയങ്ങൾക്ക് അനുകരണീയ മാതൃകയാക്കാമെന്നും സ്വാമി വിവിക്താനന്ദ സരസ്വതി പറഞ്ഞു. ഇന്ന് നമ്മുടെ വിദ്യാനഗർ ചിന്മയ വിദ്യാലയ കുട്ടികൾ ഇവിടെ വലിയൊരു സംഭവം നടത്തുകയാണ്. വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാമല്ലോ, ദേശീയ മാങ്ങ ദിനം അല്ലെങ്കിൽ നാഷണൽ മാംഗോ ഡേ 1950 മുതൽ ഇത് നമ്മൾ ദേശീയ ഫലമായിട്ട് മാങ്ങയെ ദേശീയ ഫലമായിട്ട് ആഘോഷിക്കുകയാണ്, ആചരിച്ചു വരികയാണ്. ഈ വർഷം നമ്മുടെ കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വിപുലമായിട്ടുള്ള രീതിയിൽ ഏതാണ്ടോ 100ഓളം ഇനങ്ങൾ മാങ്ങ കൊണ്ട് തന്നെ അവർ സൃഷ്ടിച്ചിരിക്കുകയാണ്. കുട്ടികൾ തന്നെ അവരുടെ സർഗശേഷി ഉപയോഗിച്ചിട്ട് അവർ ഈ ദേശീയ ഫലത്തെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ആഹാര ഇനങ്ങളിലേക്ക് കൊണ്ടുവരാം, അതും എല്ലാം വെജിറ്റേറിയൻസാണ്, ഫ്രൂട്ട്സാണ്. അപ്പം പാരിസ്ഥിതികമായിട്ടുള്ള ആനുകൂല്യം, ഇതിൻ്റെ ആ ഗുണങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ട് അവർ ഇതൊരു സവിശേഷ ദിനമായി ആചരിക്കുന്നു. മാംഗോ ഡേ, നാഷണൽ മാംഗോ ഡേ. അപ്പം മാങ്ങയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അത് അതിൻ്റെ പേര് തന്നെ മെൻചിക്ക ഫെറ ഇൻഡിക്ക എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ആ ഇൻഡിക്ക എന്നുള്ള പേരുകൊണ്ട് ഇത് ഇന്ത്യയിൽ ആണ് ഇതിൻ്റെ ഒറിജിൻ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നാണ് അത്ര വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇതിന് മാംഗോ എന്ന ഇംഗ്ലീഷിൽ പേര് വന്നത് മലയാളത്തിൽ നിന്ന് വന്നത് തന്നെയാണ്. കാരണം 1498 വാസ്കോഡി ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങിയപ്പം ഈ പോർച്ചുഗീസുകാർ അവർ ഈ ഫലം കണ്ടു. വളരെ സ്വാദിഷ്ടം, പിന്നെ ആസ്വാദ്യം, ഹൃദ്യം ആയിരിക്കുന്ന ഈ ഫലം കണ്ട് അവരെ മംഗോ എന്ന് വിളിച്ചു. ഒരുപക്ഷെ മാങ്ങ എന്നത്തെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു മാങ്ങ എന്ന് പറഞ്ഞത് അവർ മംഗോ എന്നാക്കി. അങ്ങനെയാണ് പിന്നീട് ഇംഗ്ലീഷിലത് മാംഗോ എന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് സാംസ്കാരികമായിട്ട്, ചരിത്രപരമായിട്ട്, ദേശീയമായിട്ടുള്ള എല്ലാ പ്രാധാന്യവും ഇതിനുണ്ട്. മാത്രമല്ല നമ്മുടെ അതിപുരാതന കാലത്ത് തന്നെ ഇത് നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആമ്രവൃക്ഷങ്ങളെപ്പറ്റി പറഞ്ഞു. ആമ്രം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്, ആമ്രവൃക്ഷം. അതുപോലെ തന്നെ കാളിദാസൻ്റെ കൃതികളിൽ ഇതിനെപ്പറ്റി പരാമർശമുണ്ട്. ബുദ്ധ സ്തൂപത്തിൽ ഇവിടെ സാഞ്ചിയിൽ, അതുപോലെ തന്നെ അജന്തയിൽ, അവിടെയൊക്കെ ഇതിനെപ്പറ്റി മാങ്ങയെപ്പറ്റിയുള്ള പരാമർശമുണ്ട്. അതിൻ്റെ ഇത് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന മാങ്ങയുടെ രൂപം ഇതെല്ലാം ഉണ്ട്. അങ്ങനെ വളരെ പ്രാധാന്യമേറിയ, ചരിത്രപ്രധാനവും സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യവും ഉള്ള ഒരു പ്രധാന ഫലമാണ്, പഴമാണ് മാങ്ങ. അപ്പം അതിൻ്റെ രുചി മാത്രമല്ല, അതിനൊരു അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു സാംസ്കാരിക പൈതൃകമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഈ ഫലത്തെയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ 100ഓളം ഇനങ്ങളായിട്ട് അതിനെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിൻ്റെ ഡൈനിങ് ഹാളിലാണ് ഇത് അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കാണാവുന്നതാണ്. ഈ സവിശേഷ പ്രദർശിനി ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ചിന്മയ വിദ്യാലയത്തിലെ എക്കോ ക്ലബ്ബും സയൻസ് ക്ലബ്ബും കൂടെ സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ളതാണ്. ഇത് ഒരു സവിശേഷമായിട്ടുള്ള സംഗതിയാണ്. CBSEയുടെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട് കുട്ടികൾ ആക്ടിവിറ്റീസിലൂടെ അവർ പഠിക്കണം. അവരുടെ ബുദ്ധി വികസിച്ചാൽ മാത്രം പോരാ, അവരുടെ കൈകൾ, നൈപുണി, അവരുടെ ഹൃദയം എല്ലാം സമഞ്ജസമായിട്ട് അതിൻ്റെ വികാസം സംഭവിക്കുമ്പോഴാണ് അവരുടെ പൂർണ്ണ വ്യക്തിത്വം തെളിയുന്നത്. മാത്രമല്ല അവരിലുള്ള പല കഴിവുകളും, ഇന്നിപ്പം ഇതിൻ്റെ എങ്ങനെയെല്ലാം മാങ്ങയെ നമുക്ക് രൂപപ്പെടുത്താം, അത് അതിൻ്റെ വൈവിധ്യം, വൈജാത്യം അതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഞാനിവിടെ പോയിരുന്നു, പലതും ഞാൻ രുചിച്ചു നോക്കി. എല്ലാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഇനങ്ങളാണ്. ഏതായാലും ഇത് ഇവിടെ പ്രദർശിപ്പിക്കാൻ മുൻകൈയെടുത്ത നമ്മുടെ വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട നേതൃത്വം കൊടുത്ത
പ്രിൻസിപ്പൾ, അധ്യാപകർ എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ നേരുകയാണ്. മാത്രമല്ല ഇത് മാതൃകാപരമായിട്ടുള്ള സംഭവമായതിനാൽ മറ്റ് സ്കൂളുകൾക്കും ഇത് അനുകരണീയമായിട്ടുള്ള സംഗതിയാണെന്ന് കൂടെ പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. മത്സരത്തിൽ വിദ്യാർത്ഥികളുടെ മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായതെന്നും ഭാവിയിലും വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഇത് പ്രചോദനം നൽകുന്നതാണെന്നും വിദ്യാലയ പ്രിൻസിപ്പൽ TV സുകുമാരൻ പറഞ്ഞു. ജൂലൈ 22 നാഷണൽ മാംഗോ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാലയത്തിലെ സീനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് ഈ കൾനറി ഷോ കുക്കിംഗ് വിത്തൗട്ട് ഫയർ എന്ന കോൺസെപ്റ്റിൽ മാംഗോ അതുപോലുള്ള വ്യത്യസ്തങ്ങളായ ഐറ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൾനറി ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായ പാർട്ടിസിപ്പേഷനാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊടുക്കുക കുട്ടികൾക്ക് ഇത്തരം കാര്യത്തിൽ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വിദ്യാലയത്തിലെ ഇക്കോ ക്ലബ് ആൻഡ് സയൻസ് ക്ലബ് കളക്റ്റീവായിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം പ്രോഗ്രാം ഇനിയും സംഘടിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കുകയാണ് ടീച്ചേഴ്സിന്. എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സയൻസ് ആൻഡ് ഇക്കോ ക്ലബിലെ ടീച്ചേഴ്സിനും ഇതിൽ വളരെ സജീവമായി പങ്കെടുത്ത കുട്ടികൾക്കൊക്കെയുള്ള അഭിനന്ദനം ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. തീയുടെ സഹായമില്ലാതെ മാമ്പഴത്തെ പ്രധാന കൂട്ടാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ രുചികരവും പോഷകസമൃദ്ധവുമായ വിഭവങ്ങൾ അധ്യാപകരെയും വിധികർത്താക്കളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. വിഭവങ്ങളുടെ രുചി, അവതരണ മികവ്, പുതുമ, പോഷകമൂല്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. 10A ക്ലാസ്സിലെ ദ്യുതി VM, പ്രാർത്ഥന, പാർവതി C നായർ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 12ാം ക്ലാസ്സിലെ നിവേദ്യ വാമൻ, അംശുക, തനുശ്രീ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പ് 2ാം സ്ഥാനവും 9B ക്ലാസ്സിലെ പ്രണവി ബേക്കൽ, കീർത്തന, പല്ലവി എന്നിവരടങ്ങുന്ന ഗ്രൂപ്പ് 3ാം സ്ഥാനവും നേടി. പാരമ്പര്യ പാചക ശീലങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനോടൊപ്പം ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്നും മാറി ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ തിരഞ്ഞെടുക്കുവാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ഈ പരിപാടി. ആഘോഷവും അറിവും ഒരുപോലെ പകർന്നു നൽകിയ മാമ്പഴ ദിനാഘോഷം കുട്ടികളിൽ ആത്മവിശ്വാസവും പാരിസ്ഥിതിക അവബോധവും വളർത്തിയെടുക്കുവാനും മികച്ചൊരു വേദിയൊരുക്കി. പാരമ്പര്യത്തിൻ്റെയും പുതുമയുടെയും രുചി വൈവിധ്യങ്ങളുടെ മേളം ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച മാംഗോ ഫെസ്റ്റ് ഈ വിദ്യാർത്ഥികൾക്കെല്ലാം മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.